ഹായ് ഹലോ. അപ്പം നമുക്കിന്ന് മൈസൂർക്ക് വിട്ടാലോ? ചെറുപ്പത്തിലേ ഉള്ള ആഗ്രഹമായിരുന്നു കേട്ടോ മൈസൂർക്ക് പോകണമെന്ന്. സത്യം പറഞ്ഞാൽ വെള്ളമയിലെന്നൊക്കെ കേൾക്കുമ്പോൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മൈസൂർ സൂവിലുണ്ടെന്നും പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കാണാൻ. ഇപ്പോൾ കുറേയായി കല്യാണം ഫിക്സ് ചെയ്തപ്പോൾ ഹസ്ബൻഡ് ബാംഗ്ലൂരാന്ന് അറിഞ്ഞപ്പോൾ അപ്പോഴും പറഞ്ഞു എന്നെ മൈസൂർക്ക് കൊണ്ടുപോകണം. ആര് കൊണ്ടുപോകാൻ, എവിടെ കൊണ്ടുപോകാൻ? ഇതാ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 8-9 വർഷമായി എന്നിട്ടാണ് മൈസൂർ ട്രിപ്പ് പോകുന്നത് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഒരു ട്രിപ്പ് ആവാമെന്നും പറഞ്ഞ് അങ്ങനെ മൈസൂർക്ക് പ്ലാൻ ചെയ്തു. നമ്മളൊരു ടാക്സിയൊക്കെ പിടിച്ച് രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. ഇത് വരുന്ന വഴിക്ക് ഒരു രംഗപട്ടണം എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. മൈസൂർക്ക് പോകുന്ന വഴിയായതുകൊണ്ട് ഇതാ നമ്മൾ ആ അമ്പലത്തിൽ ഇറങ്ങി ഒന്ന് തൊഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് അടിപൊളി അമ്പലമാണ്. പണ്ടത്തെയാണ്, നമ്മുടെ ടിപ്പു സുൽത്താൻ്റെയൊക്കെ എന്തോ ബന്ധത്തിലുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്. എനിക്കിതിൻ്റെ കൂടുതൽ ഹിസ്റ്ററി ഒന്നും അറിയില്ല, പക്ഷെ അമ്പലം എന്താണെങ്കിലും സൂപ്പറാണ്. ഇവിടെ നമ്മുടെ അനന്തശയനം പോലെയാണ് കൃഷ്ണൻ്റെ, വിഷ്ണുവിൻ്റെ അവതാരമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ അനന്തശയനമാണ് പ്രതിഷ്ഠ. അതെന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലല്ലേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ അങ്ങനെയാണ്. പിന്നെ ഇതാ ഇവിടുത്തെ ഈ കല്ലും കരിങ്കല്ലും കൊണ്ട് ഉണ്ടാക്കിയതും അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പ്ലേസാണ്. അപ്പോൾ മൈസൂർക്ക് പോകുന്ന വഴി നമ്മൾ വരുമ്പോൾ മൈസൂർക്ക് പോകുന്ന വഴിയാണ് ഈ അമ്പലം ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കരിങ്കല്ലുകൊണ്ട് നന്നായി പണിതൊക്കെ ആയിട്ടുള്ളൊരു അമ്പലമാണ്. പിന്നെ നമ്മൾ പോയ സമയത്ത് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് വേഗം ദർശനമൊക്കെ കിട്ടി കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കർണാടകയത്തേക്ക് അമ്പലങ്ങളൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ മഴയൊന്ന് ചാറി, അതാണ് ദേവു ഈ ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ അതിൻ്റെ നടുവിലൊക്കെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നല്ല കുറേ സ്ഥലങ്ങളുണ്ട് ചുറ്റും. നമുക്ക് അധികം ഒന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ ജസ്റ്റ് എല്ലാവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമുക്കിനി മൈസൂർക്കും പോകണ്ടേ, അപ്പോൾ അവിടെ നമ്മൾ അധികം ലേറ്റ് ആവരുതല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം ഒന്ന് ചുറ്റി കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പിന്നെ മൈസൂർ സൂവിൽ, പിന്നെ ചാമുണ്ടീശ്വരി ക്ഷേത്രം, അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇതാ നമുക്കെന്നാൽ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഈ വരുന്ന വഴിയിലും ഇങ്ങനെ കരിങ്കല്ലൊക്കെ വെച്ചിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളി, ഒരു കോട്ട പോലെയൊക്കെ തന്നെ നമുക്ക് തോന്നിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബിൽഡിങ്സൊക്കെ കാണാം കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇതാ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്പാടിയും ദേവും എല്ലാവരും ഉണ്ട്. ദേവുവിനാണെങ്കിൽ കാറിൽ പോകുമ്പോൾ ഒരു ഛർദ്ദിക്കണ പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷെ അവൾ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നു. അതാണ് അമ്പാടിയുടെ കയ്യിൽ കവറൊക്കെ പിടിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അവൾ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു, അതുകൊണ്ട് പിന്നെ അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്നത് ചാമുണ്ടീശ്വരി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അതാണെങ്കിൽ നല്ല ഹൈറ്റിലുള്ള ഒരു അമ്പലമാണ്. നമ്മളിങ്ങനെ എത്രയോ അടി ഉയരത്തിലാണ് ആ അമ്പലം. നമ്മൾ താഴെ നിന്ന് വരുമ്പോൾ തന്നെ ഇങ്ങനെ കാണാം ചാമുണ്ടീശ്വരി ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ, ജസ്റ്റ് ആ മൊനമ്പൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അവിടെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചത് അവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അവിടെ നല്ല ഹൈറ്റിലുള്ള നല്ലൊരു അമ്പലമാണ്, അത് കാണാൻ നമുക്ക് നല്ല ക്യൂ ഒക്കെ നിന്നിട്ട് നമ്മൾ കുറേ നേരമൊക്കെ കഴിഞ്ഞാൽ കയറിയത്. പിന്നെ അവിടത്തോട്ട് വരുമ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നമ്മൾ ഇപ്പോൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ കാണില്ലേ കുറേ കടകൾ, അതുപോലെ ഇവിടെ നിറയെ ഉണ്ട് ഷോപ്പിങ്ങിന് പറ്റിയത്. കുറേ മലയാളീസ് തന്നെയാണ് കൂടുതൽ. പിന്നെ ഇങ്ങനെ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും കോളേജ് പിള്ളേരും എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മളതൊന്നും പർച്ചേസ് ഒന്നും ചെയ്തില്ല, നമ്മളങ്ങനെ വേഗം ജസ്റ്റൊക്കെ ഒന്ന് കണ്ടുവന്നു. പിന്നെ നെക്സ്റ്റ് പോയത് നമ്മൾ മൈസൂർ പാലസിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ മൈസൂർ പാലസിലൊക്കെ എത്തി. ഇതാ ജസ്റ്റ് നടന്ന് പുറത്തത്തെ നിന്നൊക്കെ വീഡിയോ എടുത്തു. പിന്നെ ഇത് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് പാലസിലോട്ട് പോകുന്ന വഴിയാട്ടോ. ഇത്രയും അടി ഹൈറ്റിലാണ് ഈ അമ്പലം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നല്ല വ്യൂ ആണ്. പാലസിൻ്റെ ഉള്ളിൽ ചെരുപ്പിടാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ വണ്ടിയിൽ തന്നെ ചെരുപ്പെല്ലാം അഴിച്ചിട്ടു. അതിനുശേഷം നമ്മളിതാ നടന്ന് ഇങ്ങനെ കാണുവാണ്. ഇത് പിന്നെ മൈസൂർ പാലസിനെ പറ്റി ഒന്നും പറയണ്ടല്ലോ, നല്ല സൂപ്പർ ഒരു പാലസ് ആണല്ലോ. ഗ്ലാസിൻ്റെ കുറേ അതും അങ്ങനെ കുറേ നല്ല നല്ല ഐറ്റംസ് ഉണ്ടല്ലോ അവിടെ കാണാൻ. അപ്പോൾ അങ്ങനെ ഇതേ മൊത്തത്തിൽ കണ്ടു, എല്ലാവിടെയും നടന്നൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ആദ്യം ഇവിടെ മൊബൈലൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, അധികം റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല തോന്നുന്നു. മൊബൈലൊക്കെ യൂസ് ചെയ്യാം. നമ്മളിതാ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. എല്ലാവരും എടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ അതൊക്കെ കണ്ടു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവരും ഇങ്ങനെ പാലസിലൊക്കെ ആദ്യമായിട്ടായി പോകുന്നതും കാണുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ കാണുമ്പോൾ അവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളങ്ങനെ എല്ലാവിടെയും നടന്നിങ്ങനെ കാണുവാണ് കേട്ടോ. കുറേ ഉണ്ട് നടന്ന് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ അതങ്ങനെ കുറേ കണ്ടു.
പിന്നെ നമ്മൾ മൈസൂർ പാലസ് കഴിഞ്ഞാൽ ഇനി നമ്മൾ വൺ ഡേ ട്രിപ്പൊക്കെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ട് പോയത്. രാത്രിയാകുമ്പോഴേക്കും വീട്ടിലെത്തണം, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോയത്. അപ്പോൾ മൈസൂർ പാലസ് കഴിഞ്ഞാൽ പിന്നെ മൈസൂർ സൂ പോകണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മറൈൻ ഒരു അക്വേറിയം കാണാൻ പോകണമെന്നുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് പ്ലാനിങ്ങിലാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇതാ ഇവിടുത്തെ നിലവും ഈ മതിലുകളും ചുമരുകളും ഒക്കെ സൂപ്പറാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുമ്പോൾ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിട്ടോ. നല്ല രസമുണ്ട് കാണാൻ, നല്ല വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട്. അതുപോലെ നമ്മൾ പുറത്തിറങ്ങിയിട്ടും നല്ല വീഡിയോസൊക്കെ എടുത്തു കേട്ടോ കുറച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ നേരമൊക്കെ നടന്നൊക്കെ കണ്ടു. എന്നിട്ടാണ് നമ്മൾ മൈസൂർ പാലസിൽ നിന്ന് തിരിച്ചിറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് തിരിച്ചിറങ്ങിയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതും ഇതിൻ്റെ ചുറ്റുമൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഓരോ ബിൽഡിങ്സൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണമൊക്കെ എന്ത് രസമാണ് അല്ലേ കാണാൻ ഇതൊക്കെ. അപ്പോൾ ഇത് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചുറ്റിക്കറങ്ങി വരുമ്പോഴാണ് കേട്ടോ ഒരു ആന നിൽക്കുന്നത്. ഒരാനയല്ല, രണ്ടാന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ആനയെ തൊടണമെന്നും പറഞ്ഞിട്ട് നമ്മളതിന് 10 രൂപ 20 രൂപ എന്തോ കൊടുത്തു ഒരാൾക്ക്. അങ്ങനെ ഇതേ 2 പേരും കൂടി ആനേനെയൊക്കെ തൊട്ടു കേട്ടോ. ആന ഇതേ തലയിലൊക്കെ തുമ്പിക്കൈയൊക്കെ വെച്ച് അത് അടിപൊളി രസമായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൈസയൊക്കെ കൊടുത്തു. അതൊന്നും ചെയ്യത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ അവർ കൂളായി നിൽക്കുന്നുണ്ട് കേട്ടോ, ഒരാനയും ഒരാളും കൂടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്നു. നമ്മൾ ഈ ചുറ്റും നടക്കണമല്ലോ നമുക്കിനി പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ തന്നെ. അപ്പോൾ നമ്മൾ ഫുള്ള് ചുറ്റും നടന്ന് കണ്ടേ. പിന്നെ ചെരുപ്പ് ഇട്ടിട്ടില്ല, നമ്മൾ വണ്ടിയിലൊക്കെ ചെരുപ്പ് ഊരി വെച്ചതുകൊണ്ട് ചെരുപ്പൊന്നും ഇല്ലാതെ കേട്ടോ ഈ നടത്തം. ഇനി നമ്മൾ പോകുന്നത് ഒരു മറൈൻ അക്വേറിയം, അത് കാണാനായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു സൂലിക്ക് നമുക്ക് ലാസ്റ്റ് പോവാം, കാരണം കുറേ നടക്കാനുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇത് അതിൻ്റെ അടുത്തുള്ള ഒരു അക്വേറിയം, അത് കാണാനാണ് നമ്മൾ പോയത്. പക്ഷേ ഇവിടെ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി, അതുകൊണ്ട് ഇത് മാത്രം കുറച്ച് നഷ്ടമായിപ്പോയി. ബാക്കിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല തോന്നി. മീനുകളെയൊക്കെ നമ്മൾ പിന്നെയും കുറേ കണ്ടിട്ടുണ്ടല്ലോ. എന്താണെങ്കിലും കുഴപ്പമില്ല, രസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ആദ്യമായിട്ടൊക്കെ ആയിരുന്നു ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു അടിപൊളി രസമായിട്ടൊക്കെ തോന്നി. അല്ലാതെ പക്ഷേ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നിയില്ല. നല്ല റേറ്റ് ഉണ്ടായിരുന്നു, നല്ല ടിക്കറ്റ് ചാർജ് ഉണ്ട് കേട്ടോ ഇവിടെ. കുട്ടികൾക്കാണെങ്കിലും അവർ സൈസൊക്കെ നോക്കി ഹൈറ്റൊക്കെ നോക്കി എത്ര ചാർജ് എന്നൊക്കെ പറയുമേ അങ്ങനെ. പിന്നെ ഇതെല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ തലയുടെ മേലെയും ഒക്കെ ഇങ്ങനെ മീനുകളൊക്കെ പോണത് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. നിറയെ അടിപൊളി വെറൈറ്റി മീനൊക്കെ ഉണ്ട് കേട്ടോ. കാണാനൊക്കെ സൂപ്പറാണ്. ഇവരെല്ലാം അവിടെ നിന്ന് മീനിനെ പിടിക്കലും അങ്ങനെ കളർഫുള്ളാണ് ഇവിടുത്തെ ഫിഷെല്ലാം. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. റേറ്റ് ഉണ്ടെങ്കിൽ എന്താ അടിപൊളിയായിട്ട് നല്ല കുറേ മീനുകളെ കണ്ടു കേട്ടോ. അങ്ങനെ അങ്ങനെ കുറേ മീനുകളൊക്കെ കണ്ട് ഹാപ്പിയായി. ഇനി നമുക്ക് അടുത്തത് പോകാനുള്ളത് സൂവിലോട്ടാണ് കേട്ടോ.
അപ്പോൾ ഇവിടുത്തെ കുറച്ച് കറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു ബിരിയാണിയും ഊണൊക്കെ കഴിച്ചു. അങ്ങനെ എല്ലാം കൂടിയൊക്കെ കഴിച്ചു കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇനി ഇതാ മൈസൂർ സൂവിലേക്കാണ് പോയത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസ് കാണിക്കാം കേട്ടോ ഇനി. മൈസൂർ സൂ എന്ന് പറഞ്ഞ വീഡിയോ എടുത്താലൊന്നും മതിയാവില്ല കേട്ടോ. കുറേ സെക്ഷൻസാണ്, ഒരുപാട് നടക്കാനുണ്ട്. അതുപോലെ ഓരോരോ സെക്ഷനായിട്ടാണ് എല്ലാ അനിമൽസും ബേർഡ്സും എല്ലാം. അപ്പോൾ ഇത് അങ്ങനെ കുറേ നമ്മൾ നടന്ന് കണ്ടു കേട്ടോ. ലാസ്റ്റൊക്കെ എത്താറായപ്പോൾ ഒരാൾ നോക്കിയാൽ കൂട്ടിൻ്റെ ഉള്ളിലിരിക്കുന്നത് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ കാണിച്ചപ്പോൾ അതായത് നമ്മുടെ ഗോറില്ല ചേട്ടൻ അവിടെ ഇരിപ്പുന്നുണ്ട്, ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഒരാൾ ആ കൂട്ടിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ടെൻറ്റ് പോലെയില്ലേ, ഇതിനകത്തുണ്ട് ഒരാൾ. അപ്പോൾ നമുക്കതെല്ലാവർക്കും ഭയങ്കര ഒരു ഇതായിട്ട്, നമ്മൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ നേരിട്ടൊക്കെ കാണുന്നത്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സൂവിലെത്തിയപ്പോഴേക്കും എല്ലാവരും ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അതോടെ കടന്ന് ഉറങ്ങണോടാ, കൈയൊക്കെ തല വെച്ചിട്ട് അത് പോസ് ചെയ്യണമെന്ന് അതിനെടുക്ക്. അതിൻ്റെ ഉള്ളിൽ വെച്ച് കടന്നുറങ്ങും. ഞാനും കണ്ടു. പിന്നെ സൂ കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു സ്ഥലത്തേക്കും കൂടി പോയിട്ട് നമ്മുടെ വൃന്ദാവൻ ഗാർഡൻസിലേക്ക്. പക്ഷെ അവിടെ ചെന്നപ്പോഴൊക്കെ രാത്രിയായി. പിന്നെ നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അവിടെ വാട്ടർ ഡാൻസിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇത് അവിടുത്തെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ. എല്ലാവിടെയും ലൈറ്റൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. വാട്ടർ ഡാൻസിങ് ഇല്ല, അത് മാത്രം ഒരു സങ്കടമായിപ്പോയി. അങ്ങനെ നമുക്ക് അത് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളങ്ങനെ നടന്ന് കാണണം. ഇങ്ങനെ രാത്രിയായിട്ട് നമ്മളിവിടെ ലാസ്റ്റ് നമ്മുടെ പ്ലേസ് ഈ വൃന്ദാവൻ ഗാർഡൻസ് ആയിരുന്നു കേട്ടോ. കാണാൻ അങ്ങനെ നല്ല ഭംഗിയുണ്ട്. ഇത് അവിടെ ആയിട്ട് എന്തോ ആണ് വാട്ടർ ഡാൻസിങ് ഉള്ളത് തോന്നുന്നു. പക്ഷേ ഇപ്പം എന്തോ നിർത്തി വെച്ചിരിക്കുകയാണ്, ഇപ്പം ഇല്ലായിരുന്നു, അത് കംപ്ലൈൻറ്റ് എന്തോ ആയിട്ട്. ഇനി ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മൈസൂർ കറക്കം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് രംഗപട്ടണം പോയി, അത് കഴിഞ്ഞ് ചാമുണ്ടീശ്വരി ക്ഷേത്രം പോയി, അത് കഴിഞ്ഞ് നമ്മുടെ മൈസൂർ പാലസിലേക്കാണ് പോയത്. പിന്നെ നമ്മൾ അവിടെ അടുത്തുള്ള ഒരു മറൈൻ അക്വേറിയം കാണാൻ പോയി. അത് കഴിഞ്ഞ് നമ്മുടെ മൈസൂർ സൂ കാണാൻ പോയി, നല്ല വലിയ സൂ ആണ്, സൂ കാണാൻ പോയി. അത് കഴിഞ്ഞ് നമ്മുടെ വൃന്ദാവൻ ഗാർഡൻസ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മൈസൂർ കറക്കട്ടെ. എല്ലാവരും കണ്ടു നോക്കണേ. എന്നാൽ ഞങ്ങളപ്പോൾ വീട്ടിൽ പോട്ടെ കേട്ടോ. ബൈ ബൈ. എല്ലാവരും വീഡിയോ ഒക്കെ കാണണേ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കണ്ടാലോ. ബൈ ബൈ.